ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു. എന്തൊരു രസല്ലേ ആ പാട്ടിന്റെ വരികളെ. നല്ല ഭംഗിയുണ്ട്. നിന്നല്ലേ നമ്മുടെ വീടും പരിസരവും. സരിത അരി കഴുകാണ് കേട്ടാ, കൂടുതൽ അരി കഴുകുന്നുണ്ട് കണ്ട. അപ്പോൾ വിചാരിക്കും ഇന്നും അധോലോകം കൂടാൻ വരുന്നുണ്ടോ ഇവിടെ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇന്നലെ അവർ വന്ന് പറഞ്ഞു ഇന്ന് പൊതിച്ചോറ് തരാൻ പറ്റുമെന്ന്. മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ 10 ചോറ് കൊടുക്കും. സിമ്പിൾ പൊതിച്ചോറ് സാധാരണ ഇത് കേട്ടാ. എന്നിട്ടാ ഒരു മോര് കറിയും, കട്ടിയിൽ മോര് കറിയും, കായ പയറിടണ, കായും പയറും കൂടിയിട്ടുള്ളതൊരു ഉപ്പേരി, ഒരു ഓംലെറ്റ്, പിന്നെ അച്ചാർ വേണേൽ വയ്ക്കാം. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള അത്ര മതി അല്ലേ? അത്ര മതി. അപ്പോൾ ആദ്യം തന്നെ കാലത്ത് അതിരാവിലെ എനിക്ക് ഞങ്ങൾ ചോറ് വയ്ക്കുകയാണ്. ഫസ്റ്റ് തന്നെ 10 മണിയാകുമ്പോൾ അവരെത്താം. ഉഷാകിരണങ്ങൾ പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു. എന്ത് രസല്ലേ. എന്നിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞേ. അകത്താണ് കല ഇരിക്കണെന്ന് എൻ്റെ ഓർമ്മ. കല എവിടെ ഇരിക്കണേ? കൂട്ടി പിടിക്കാൻ തുണിയില്ലല്ലോ. കളപ്പുല്ല് വലിക്കണം, കളപ്പുല്ല് വലിക്കണം. ചേച്ചീനെ വിളിക്കണം. ഈ കലം ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് നാളായിട്ട് തുടർച്ചയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ? അത് അവരൊക്കെ വരണായിരുന്നല്ലേ. അതിൽ വരും ആരെങ്കിലൊക്കെ കൂടലുകൾ. നമ്മളിപ്പോ കൊറേ നടന്നൂടെ നമ്മുടെ വീട്ടിലല്ലേ? പറയിച്ചേട്ടാ എന്റെ അർത്ഥം. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വദനം ചുവന്നു. ഉഷാകിരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാതരശ്മികള്. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ്, മഞ്ഞു തുള്ളി. അത് പ്രഭാതത്തിൽ ഇങ്ങനെ ചെടികളുമ്മിലൊക്കെ വെള്ളത്തുള്ളി ഇത് ഇങ്ങനെ നിൽക്കില്ലേ? ഇതിപ്പോ മഴത്തുള്ളിയാണ്. മഴക്കാലം അല്ലെങ്കിലും ഇങ്ങനെ തുഷാര ബിന്ദുക്കൾ നിൽക്കുമല്ലോ ഇങ്ങനെ തുള്ളി. അതുമ്മ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് ചുമക്കും. അതിൽ നിന്ന് ഈ മറ്റേ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രകാശത്തിന്റെ ഇത് നടന്നിട്ട് അത് ചുവപ്പ് കളർ പോലെ നമുക്ക് തോന്നിപ്പിക്കും. അതാണ് തുഷാര ബിന്ദുവിൻ വദനം എന്ന് പറഞ്ഞ മുഖം ചുവന്നു. ഉഷാകിരണങ്ങൾ പുൽകിയിട്ട് ഉഷാകിരണങ്ങൾ വന്ന് പുൽകിയ കെട്ടിപ്പിടിച്ചപ്പോ മുഖം ചോന്നു. എന്താ കവിഭാവന. അയ്യോ അത് ഇളക്കണ്ടേ? ഇളക്കൊന്നും വേണ്ട, മൂടി വെച്ചോ. തീ കൂട്ട്. ദിനകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു. കുമ്പളങ്ങി മോരും കറിയാണ് വെക്കണത്. സാമ്പാറല്ല. സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ല പാത്രത്തിലാക്കിയിട്ട് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ചോറിൻ്റെ പൊതിയിലേക്കൊക്കെ പുറത്തേക്ക് അല്ലേ? ആയിത്തോട്ടം നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. ഒരുവിധം പേരൊക്കെ സാമ്പാർ വയ്ക്കുന്നത്. പൊതിച്ചോറിൽ സാമ്പാർ വെക്കണ്ടേ തന്നെ കഷ്ണം മാത്രമായിട്ട് വെക്കേണ്ടി വരും, കട്ടിയിലാണ്ട്. അല്ലെങ്കിൽ രണ്ടവിടെയൊക്കെ സീമ ചേച്ചി മിക്കവാറും ചിലപ്പോൾ മോര് കൂട്ടാൻ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സബോള സ്റ്റൂ ഇല്ലേ, അതിങ്ങനെ കട്ടിയിലുണ്ടാക്കിയിട്ടേ അത് വയ്ക്കുക. അതും പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി കൂട്ടാനും. നല്ല മഴ വരുന്നുണ്ട്, ഗംഭീരമായ മഴ വരുന്നുണ്ട്. ഇന്നലെ ദേശീയ പണിമുടക്കല്ലായിരുന്നേ. അപ്പം ഇന്നലെ വൈകുന്നേരം അവര് വന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുമ്പളങ്ങ പോയിട്ട് വാങ്ങിച്ചിട്ട്. എവിടെ നിന്ന് കിട്ടിയേ? കട തുറന്നിട്ടില്ലല്ലോ. അവിടെ കട തുറന്നിട്ടുണ്ടായിരുന്നു. മലയാളിക്ക്
കുമ്പളങ്ങ പാത്രത്തിലിട്ടു അരിഞ്ഞത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ, നല്ല മഞ്ഞ കളറിലിരിക്കണമല്ലോ നമ്മുടെ മോര് കൂട്ടാൻ. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് വേപ്പിൻ്റെ ഇല. 10-10:30 അവർ വരുള്ളൂ. പക്ഷെ നമുക്ക് ജഗ്ഗുവിന് സ്കൂളിൽ പോകണ്ടേ, അവൻ 8:50 സ്കൂളിൽ പോകണേ. അപ്പം അപ്പോഴത്തേക്കും ആവണം കൂട്ടാൻ. അപ്പം ഇത് അവന് മോര് കൂട്ടാൻ അവന് നല്ല ഇഷ്ടമാണ്. അവന് പൊതിച്ചോറിന് വരുന്നു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മോര് കൂട്ടാൻ വെച്ചാൽ മതി അമ്മേന്ന്. അവന് പൊതിച്ചോറായിട്ട് തന്നെ കൊടുക്കണം. അതെ, അങ്ങനെ കഴിക്കാൻ ഇഷ്ടം അവന്. പിന്നെ ഇത് 4 പച്ചമുളക് ഇടണു കേട്ടാ. വെള്ളം ഒഴിച്ച് വേവിക്കുക, അത്ര ഉള്ളൂ. ചോറ് വേവാറായിട്ടാ. അപ്പോൾ അത് വേവട്ടെ. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അരപ്പ് ചേർക്കണമല്ലോ. അതിലേക്ക് നാളികേരം വേണം. നാളികേരത്തിന് ഭയങ്കര വിലയാന്നാ പറയണേ. അപ്പോൾ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്, ഒരു 1.5 നാളികേരത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല കട്ടിയിലായിക്കോട്ടെ എന്നിട്ട്. സാധാരണ മോരൂട്ട നമ്മൾ വെള്ളം പോലെ വെക്കുക, പക്ഷെ ഇത് ഇത്തിരി കട്ടിയിലായിക്കോട്ടെ. അമ്മ പറയും സൊറവെള്ളം പോലെ. സൊറവെള്ളം പോലെ എന്തൊരു സൊറവെള്ളം എന്ന് പറഞ്ഞാൽ പലരും പറയണ കേട്ടിട്ടുണ്ട് ഞാനത് സൊറവെള്ളം. ഇനി നല്ല ജീരകം, ജീരകം ഇട്ടു, പച്ചമുളക് ഇട്ടു. നമ്മൾ എരിവ് മുളക് പൊടി കുറവല്ല. ഇനി തൈര്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാട്ടത്. എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തൈര് ഉണ്ടാക്കണ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. അവർ തൈരുണ്ടാക്കുമ്പോൾ വെള്ളം പോലെ ആവാന്ന്. ഇതെങ്ങനെയാണ് കട്ടിയിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടേ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് അരച്ചിട്ട് നോക്കട്ടെ. തൈര് ഭയങ്കര പുളി, അത് കാരണം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. തിളച്ചു വേവട്ടെ. ഈ ഒരു ഉപ്പേരി അഥവാ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണത് പയറും കായും കൂടിയിട്ടാണ്. അതിന് പയർ, ഉണക്കപ്പയർ വേവിക്കാൻ വയ്ക്കാട്ടോ. കായ ഉരിയാനായിട്ടല്ല ചേട്ടൻ അവിടേക്ക് പോവാം. 8 മണി വരെ ട്യൂഷൻ. പക്ഷെ അവൻ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ 8:30 ആവും. എന്താണെന്ന് വെച്ചാൽ വരണ വഴിക്കാനല്ലേ ചേട്ടൻ അവിടെ കയറും ജ്യൂസ് കുടിക്കാനേ, നട്ട്സിൻ്റെ. ചിലപ്പോൾ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ടാവും. ചേട്ടൂരിൽ ചെന്നാൽ മതി. ചേട്ടൂരിൽ തരുന്നതാണ് എനിക്ക് സന്തോഷം. അങ്ങനെ കിട്ടുന്ന ആ കായ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതെ, ചേട്ടന് വയ്യാണ്ടായില്ല. എപ്പോൾ വയ്യാണ്ടായാലും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുളികയും എല്ലാ സാധനങ്ങളും അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അപ്പോൾ എന്നിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളവും അതിൽ നിന്ന് ഗുളിക ഇങ്ങനെ പൊട്ടിച്ച് അതിൽ നിന്ന് എടുത്ത് കയ്യിലേക്ക് വെച്ച് വെള്ളം ഇനി ആ വെള്ളം വായയിലേക്ക് ഒഴിച്ചിട്ട് ഗുളിക വായിലിട്ട് കൊടുത്ത് അത്രയും സന്തോഷം. സിറപ്പ് ഉണ്ടായിരുന്നല്ലോ, കഫ് സിറപ്പ് ഉണ്ടായിരുന്നു ചുമയുടെ. അപ്പോൾ അത് അതിൻ്റെ മറ്റേ മൂടിയിലേക്ക് ഒഴിച്ച് വായയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെ ചെയ്തുകൂടെ ചേട്ടാ. നമ്മൾ അത്യാവശ്യമായിട്ട് വല്ല പണിയെടുക്കണതിൻ്റെ ഇടയിലാവും സരിതേ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ എടുത്ത് കഴിച്ചൂടെ. വെള്ളവും ഒക്കെ അടുത്തിരിക്കുന്നുണ്ടാവും. നീ അത് എടുത്തു തരുമ്പോൾ എൻ്റെ അസുഖം വേഗം മാറും എന്ന് പറയും ചേട്ടൻ. അതുപോലെ ചേട്ടൻ അത് ഉരിഞ്ഞു തരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എനിക്കത് ചെയ്യാൻ പറ്റാണ്ടല്ല, എനിക്ക് എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റാണ്ടല്ല. അതെ, അപ്പൊ എന്നോട് പറയണ ഡയലോഗാണ് ഒന്ന് പറഞ്ഞത്. നീ അത് എടുത്തു തരുമ്പോഴാണ് എന്റെ ഒരു സന്തോഷം. അപ്പൊ പകുതി രോഗം മാറിയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്യാൻ മരുന്ന് കഴിക്കാനും ഗുളിക കഴിക്കാനും എനിക്ക് എടുത്ത് കഴിക്കാൻ പറ്റാണ്ടല്ല. ജഗന്നാഥാ ജ്യൂസ് കുടിച്ചാ ഇല്ലേ? അതെ, ഇത്രയ്ക്ക് കായ മതിയാ? ഇനി വേണ? അത് മതിയല്ലേ? അല്ല വേണമെങ്കിൽ പയറും കൂടി ഉണ്ടല്ലോ. അല്ല അവിടെ കായന്റെ വീട്ടിലിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കായ പണിയില്ലാവും അല്ലേ?
പൊതിച്ചോറിന്റെ വെറുതെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ചേച്ചി എന്തുട്ടോ കൂട്ടാണ്ടാക്കണേന്ന് നോക്കാം. ഇവിടത്തെയും പൊതിച്ചോറിൽ എന്തുട്ടാണ് കൂട്ടാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക്. സാമ്പാറാണോ നല്ലടം? എവിടെയാണല്ലോ ചേട്ടൻ? പണിക്ക് പോയാ? ഓ എന്തെങ്കിലും ആവട്ടെ. അല്ല ചേട്ടൻ അല്ലെങ്കിൽ പണിയില്ലാത്ത ദിവസം ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും, ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ. എവിടെയാ കൊക്കാലേക്ക് പോയിക്കണേ? ചാലക്കുടിയിലേക്ക്. അന്ന് പറഞ്ഞത് അല്ലേ? ചേച്ചി പോ ചോറ് കൊടുക്കണ്ടാ? എന്തിട്ട് കൂട്ടാൻ വയ്ക്കണേ? കായം പയറ? കായ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ചേച്ചി അതിന്റെ പണിയിലാണ്. ചേച്ചി ഇതോട്ടെ. അപ്പൊ ചേച്ചി അതിന്റെ ഇടയിൽ ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ട, ജ്യൂസ്. അതെ, അല്ല ചേട്ടനില്ല. അല്ല ചേട്ടൻ പണിക്ക് പോയി. ചേച്ചി അല്ല ശരി, ഒന്നുമില്ല, ഞാൻ പോവാ ചേച്ചിയെ. പാടാ. അല്ല നീ കുടിച്ചിട്ടല്ലേ വരണേ? എന്തു അരപ്പ് ചേർക്കാട്ടാ. ജാറ് കഴുകുമ്പോഴേ എൻ്റെ അടുത്ത് ചോദിക്കെല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് ഒഴിച്ചാ പോരെയെന്ന്. ഞാൻ ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ ആക്കല്ല ചെയ്യാ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇനി തിളച്ച് എരിവും ഉപ്പും ഒക്കെ പുളിയൊക്കെ പാകത്തിനായി കഴിഞ്ഞാൽ കാച്ചാലേ. ഉപ്പ് കുറവുണ്ട് കേട്ടാ, പുളിയും എരിവും ഒക്കെ പാകത്തിനുണ്ട്. അപ്പോൾ തിരുപ്പ് ഇപ്പം ഇതെവിടെ ഇരിക്കട്ടെ. നീ അരിയുടെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം എന്തായി. ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാച്ചാം. വെള്ളം ഒഴിക്കാറായി. അരിയിൽ വെള്ളം ഒഴിക്കാം. അതെന്തല്ലേ വെന്തിട്ട് വല്ലാണ്ട് കുഴയരുത്. ഇതിനെ വടിമട്ടയെ കാരണേ വെന്തോടയില്ല ചേട്ടാ. ബെസ്റ്റ് ചോറ് അതിൻ്റെ. അതിങ്ങനെ വെന്താലും അങ്ങനെ തന്നെ കിടക്കും. ഒരു 5 ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഊറ്റാം. ജഗ്ഗു ഞാൻ കുളിച്ചോ? ഓഫ് ചെയ്തു. പിന്നെ ഇത് കാച്ചാൻ പോവാട്ടാ ഈ കൂട്ടാൻ. വെളിച്ചെണ്ണ ഒഴിക്കണം. എൻ്റെ ചെറുപ്പത്തിലാണ് ഒരു നാളികേരത്തിന് 10 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 100 രൂപയായ ഒരിത്. ഭയങ്കര വില കൂടുതൽ. ആ സമയത്ത് 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആയിരുന്നു. എങ്ങനെ ജീവിക്കാനാ? പച്ചാച്ചന അവിടെ എടുത്തിട്ട് എങ്ങനെ ജീവിക്കാനാ കണ്ടേക്കണ. ഇനി ഇവിടെ നമ്മൾ കണ്ടില്ലേ വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ കിലോന്. അന്ന് 1 കിലോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഒരു മാസം ഓടും. ഇപ്പൊ ഒരാഴ്ചക്ക് പോരാന്ന് അല്ലേ? ഇതിലിപ്പോ ഒരു പാത്രം നിറച്ച് നമുക്ക് ഒരാഴ്ചയിലേക്ക് പോരാ വെളിച്ചെണ്ണ. വെറും 3 പേരുള്ള കുടുംബത്തിന് എന്തൊരു ദൂർത്തടിയല്ലേ ശരിക്കും. ദൂർത്ത് ഇത്തിരി കുറയ്ക്കണം. അതെ, ദൂർത്ത് ഇത്തിരി കുറയ്ക്കണം. നമ്മൾ പറയുമ്പോൾ വറവ് അങ്ങനെ പൊരിച്ചിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. എന്നിട്ടാണ് കൂട്ടാൻ മാത്രമല്ല പപ്പടം കാച്ചു അല്ലേ? രാദർ വിത്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട്സ്. അന്ന് ഞാൻ വാങ്ങിച്ച കൂട്ടത്തിലുള്ളതാട്ടെ ഈ സാധനം. ഇതിലേക്ക് ഇങ്ങനെ വിരലിങ്ങനെ ഇട്ടിട്ട് ഓവനിലൊക്കെ ഉപയോഗിക്കാനത് കൂടുതൽ നല്ലത്. ഇങ്ങനെ വിരലിങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ നല്ലതാട്ടത്. ഇങ്ങനെ ഇതിലേക്ക് പിടിക്കാനും നല്ലത് തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടാ. കടുകിടുന്നു.
2 മണി ഉലുവ, പച്ചമുളക്, കറിവേപ്പില. ഈ മണം വന്നേ തന്നെ വെച്ചിട്ടു അല്ലേ? കൂട്ടാൻ സെറ്റ്, മെയിൻ കൂട്ടാൻ സെറ്റ്. ചോറ് ഊറ്റാം, ചോറ് എന്തുണ്ടാവും, എന്നിട്ട് ബാക്കി ചെയ്യാം. കാരണം ജഗ്ഗുനി കൂട്ടാൻ ആവശ്യമുള്ള, മറ്റേ കൂട്ടാൻ അവന് വേണ്ട. അപ്പം അവന് ചോറ് ഊറ്റി കഴിഞ്ഞാൽ അവൻ ഭക്ഷണം കഴിച്ചോട്ടെ. അവൻ കുളിക്കാൻ പോയി. അയ്യോ ഇങ്ങനെ കിടുങ്ങി. കായ അരിഞ്ഞു, ഇത് വേവിക്കാം വെക്കേനി. സ്വല്പം വെളിച്ചെണ്ണ. പയറ് വെന്ത് കുക്കറിന്റെ തീ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അത് തുറക്കുമ്പോഴത്തേക്ക് ഇത് വേണം. കായ വെന്തു. ചുട്ട മഴയേട്ടാ പുറത്ത്. ജഗ്ഗു സ്കൂളിൽ പോയി ചേട്ടൻ ദേ കൊണ്ടുവന്നാക്കി വന്നു. ജഗ്ഗു ചോറ് രാവിലെ കഞ്ഞിയെ കുടിക്കാറ്. ഇന്നിപ്പോൾ ഈ കൂട്ടാനുള്ള കാരണം ചോറുണ്ടു. അവൻ സ്കൂളിലേക്ക് ഇത് തന്നെയാണ് കൊണ്ടുപോയി. പപ്പടമൊക്കെ കൊണ്ടുപോയി. പപ്പടമൊക്കെ ഇതിൻ്റെ ഇടയിൽ കാച്ചി. ഇത് കായ ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പയർ വേവിച്ചത് ഞാൻ ചേർക്കാട്ടാ. സൂപ്പർ കൂട്ടാനാട്ടത്. കണ്ടിട്ടു ഇത് സാധനം ഇനി കഴിക്കാണ്ട് പറയാൻ പറ്റാ. അതെനിക്ക് ഒറ്റടിക്ക് അറിയാം. കായും പയറും നമ്മുടെ വീട്ടിലത്തെ കായാകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റിന്റെ സരിത. ഉപ്പിടേണ്ടി വരും, കാരണം പയറിൽ ഉപ്പിടാണ്ട വേവിച്ചേക്കണത്. ഇതൊരു കുഴമ്പ് രൂപത്തിൽ ഇരിക്കൂട്ട, അങ്ങനെ ഉണങ്ങിയിരിക്കണ ടൈപ്പ് കൂട്ടാനല്ലാട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് നന്നാക്കിയിട്ട് ചോപ്പറിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിടെ പുറത്ത് പണി നടക്കണ്ടേ. ക്യാമറ ഫിറ്റ് ചെയ്യണ്ടേ, അതിന്റെ വീഡിയോ വേറെ, CCTV അതിന്റെ പണി നടക്കണ്ടേ. വേപ്പിലയ്ക്ക് ഒരു ക്ഷാമില്ലല്ലോ ഇവിടെ. വേപ്പില കുറേ എടുക്കട്ടെ. എനിക്കിനി കുത്തിപ്പൊടി മുളകാണ് ഇടണേ. ഇത് മൂക്കട്ടേട്ടാ. നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്തത് ഇതിലേക്ക് ഇടുക കേട്ടാ. ഈ പാത്രത്തിൽ ഇട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പരിപാടി ഓംലെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് മീനൊന്നുമില്ല, ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് സബോള, പിന്നെ വേപ്പിൻ്റെ ഇലയും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോകണം. കോഴിമുട്ട നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട അന്നാ തന്നെ കഴിഞ്ഞു പോണത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചു കോഴിമുട്ട. നമ്മുടെ ചാർലിക്കും ഇമ്രാനും വാങ്ങിക്കും. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്ന കർമ്മം എൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ജഗ്ഗുനും നല്ല ഇഷ്ടം ഇങ്ങനെ കലക്കാനിരുന്നിട്ട്. അത് കുറേ പേർക്ക് അങ്ങനെ ഇഷ്ടമാണ്. ചെറുപ്പകാലത്ത് കോഴിമുട്ടയിൽ ഉണ്ണി ഉടയ്ക്കാനുള്ള അവകാശം പല ആ വീടുകളിലും പല ആളുകളും അത് ചോദിച്ചു വാങ്ങുമായിരുന്നു. അമ്മമാരെ കയ്യുന്നേ ചോദിച്ചു വാങ്ങും. അതങ്ങനെയാണ്.
പിന്നെ കലക്കാനിട്ട് ഉടയ്ക്കാനുള്ള ഒരു രസം. സാധാരണ 10 മണിക്ക് 10 മണിന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കുക. ചിലപ്പോൾ അത്രയും വരുമ്പോൾ ഇവിടുന്ന് എല്ലാ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കണ്ടേ. എത്ര മുട്ട ഉണ്ടാക്കുന്നുണ്ട്? അപ്പോൾ ചിലപ്പോൾ ഉപ്പ് വേണ്ടി വരും കേട്ടോ. 10-13 മതിയില്ല. ഇത് ഇളക്കണം. ഞാൻ ഈ മേശയിലേ നോക്കിയേ, നമ്മളെ ഇലകളിലാണ് പൊതിഞ്ഞോടണം ആദ്യം. പിന്നെ ഇലകളിൽ പൊതിയുമ്പോൾ പൊട്ട, പിന്നെ നല്ല ഇലകൾ കിട്ടാനും പറ്റില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനത്തെ ഇതിലാണ് പൊതിയുന്നത്, ഈ പേപ്പറിലേക്ക് കണ്ട. അപ്പോൾ അതൊക്കെ വിരിച്ച് കറക്റ്റാക്കി. ഇനി പിന്നെ നോക്കിയാൽ ചോറ്, നമ്മുടെ ഈ മോര് കൂട്ടാൻ, കായ് കൂട്ടാൻ, പിന്നെ തോളൂറിൻ്റെ മാങ്ങ അച്ചാറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ചേട്ടാ സൂപ്പറായിട്ട് അച്ചാർ ഉണ്ടാക്കും. പക്ഷേ നമ്മളെ അച്ചാർ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ അച്ചാറാൻ അധികം കഴിക്കുന്ന ശീലമില്ല. നമ്മൾ വല്ലപ്പോഴും ഉണ്ടെങ്കിൽ വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ പിന്നെ ഇനി ഓംലെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചോറ് പൊതിയാം. നമ്മുടെ ഓംലെറ്റ് അടിക്കാനുള്ള പാത്രം ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് നടുപൊന്തി അങ്ങനത്തെ പരിപാടിയില്ല ഈ പാത്രം കേട്ടാ, അല്ലേ? അടിപൊളി പാത്രം മതി. 3 വട്ടമായിട്ട് ഉണ്ടാക്കാം. തീ കുറയ്ക്കാം, അല്ലെങ്കിൽ അടിക്കരി. മീന് കാലത്ത് കിട്ടാത്ത കാരണ പോയി, അല്ലെങ്കിൽ ഞാൻ മീൻ വറുത്താനെ ഓംലെറ്റിന് പകരം മീനാക്കിയാനെ. കഴിഞ്ഞ പ്രാവശ്യം മീൻ കിട്ടിയില്ലേ? മീൻ ചാളയെ കൊടുത്ത. ചാള വറുത്ത വെച്ച് നമ്മള് ചാള കിട്ടി. മറച്ചിടാനുള്ള ദൗത്യം ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞ ഈ തീ ഈ അടുപ്പിൽ നിന്ന് മാറ്റിയേക്കണത്. തീ ഭയങ്കര കൂടുതലാ. അയ്യോ കുഴപ്പമില്ല. ഒരു വട്ടം കൂടി മറക്കാൻ നോക്കുക. സാരില്ലേ, നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചു കൊടുക്കാൻ പാകത്തിനായി. ഇത് ഞാൻ മറച്ചിട്ടാലും ഇങ്ങനെയൊക്കെ തന്നെയാവും. പക്ഷെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഇങ്ങനെയല്ല, അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ചേട്ടനാവും, പിന്നെ ആ പ്രശ്നമില്ല. ചോറിടാൻ പോവാ. സാധാരണ ഈ ചോറ് മറ്റേ ചോറ വേണ്ടത്, ഈ നമ്മുടെ വെള്ളരി ആകുമ്പോൾ കറക്റ്റാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ തോളൂര് അച്ചാർ. എന്നിട്ട് ഇതിൻ്റെ മീതെ മറ്റേ ഇതിൽ കോഴിമുട്ട വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക. അതിൽ ചിലപ്പോഴേ ചോറിലിരിക്കുമ്പോൾ ചിലവർ ഇതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് കഴിക്കാൻ അറപ്പ് തോന്നും. അങ്ങനെ ഫസ്റ്റ് പൊതി നമ്മുടെ സെറ്റ്. റബ്ബർ ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ വാഴല്ലാരെ വള്ളി കൊണ്ടാണ് ഞാൻ പൊതിയാറ്. ഇങ്ങനെയും ഒരെണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ പൊതി. ലാസ്റ്റത്തെ അവരെ വന്നു. മുമ്പാണ് അതേ പൊതിഞ്ഞിട്ടിരിക്കണം. ഇത് അവസാനത്തെ. അങ്ങനെ നമ്മുടെ 10 എണ്ണം ഇതായി. ഏതിൽ വയ്ക്കണ്ടേ? നിങ്ങൾ എടുത്ത് വെച്ചാൽ
അവിടെ നിന്ന് എല്ലാം കൂടിയിട്ട് അവർ വണ്ടിയിലാക്കിയിട്ട് ബോക്സുകളിലാക്കിയിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ അത് കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. ഇനി ആ ചോറും കൂട്ടാനും കൂട്ടിയിട്ട് ഞാനൊന്ന് ചോറിലോട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ കൊടുത്തയച്ചത് സെയിം സാധനം, അച്ചാറ്. ജഗ്ഗുവിന് പൊതി ആയിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്തോ അത് മുട്ട മുഴുവൻ എടുത്തോ. ഓംലെറ്റ്. പപ്പടം വേണോ? പപ്പടം വേണ്ട. പറഞ്ഞ പോലെ മോര് കൂടെ തന്നെയാണ് നല്ലത്. എനിക്ക് സാമ്പാർ ഒഴിക്കുമ്പോൾ ആകെ കായും പയറും പറഞ്ഞ പോലത്തെ രസം ഉണ്ടോ നോക്കിയേ. മോരോട് അടിപൊളി. ഉപ്പ്, പുളി, എരിവ് ഒക്കെ സമാസം. ചിരി വരെ ചേട്ടൻ പറഞ്ഞേക്കുമ്പോ. അടിപൊളി ഊണായി. ആ ഊണാവും. അടിപൊളി ഊണാന്ന് കിട്ടുന്നവർക്ക് സന്തോഷമാവുന്നു. ഭക്ഷണം കൊടുക്കുമ്പോൾ വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും, മനസ്സ് നിറയ്ക്കാൻ പറ്റണമെന്ന് അറിയില്ല ഉസ്താദ് ഹോട്ടലിൽ അല്ലേ. അതന്നെ, ഇത് മതി ധാരാളം. കായും പയറും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ഒരു കട്ട പോലെ ചെയ്ത് എല്ലാം അടിപൊളി. അപ്പോൾ ശരി, അടിപൊളി. ഇനി ഞാൻ ചോറിനോട്ടെ.